ഈ വീഡിയോയിൽ എക്സലിലുള്ള ഇൻസേർട്ട് എന്ന ടാബിലെ ഹൈപ്പർ ലിങ്ക് എന്ന ഓപ്ഷനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷീറ്റിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലോട്ട് പോകുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റത്തേൽ നമ്മൾ ഇവിടെ ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു നെയിമോ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ഒരു സൈറ്റിലോട്ട് അല്ലെങ്കിൽ ഗൂഗിളിലോട്ട് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരെണ്ണം ഷീറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഫസ്റ്റ് ഷീറ്റിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഷീറ്റ് 3 പോകും. അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഷീറ്റിൽ നിന്നുകൊണ്ട് ഈ ലാപ്പിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിൽ വെച്ചിട്ടുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഹൈപ്പർ ലിങ്കിന് നേരെ കിടക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ടിലെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് വരും. അതിലെ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എടുക്കുക. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് കാണാം. അത് നമുക്ക് അവിടെ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്താണോ എഴുതേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ അഡ്രസ്സ്, അതായത് നമ്മൾ ഗൂഗിളിൽ നിന്നല്ല കൊടുക്കുന്നത്. അവിടെ പോയിട്ട് ഞാനിവിടെ ഓൾറെഡി ഓൾജിബ്ര എന്ന് പറഞ്ഞ പേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാണ്. അത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു ഇൻസേർട്ട് ഹൈപ്പർ ലിങ്കിൻ്റെ അകത്തുള്ള അഡ്രസ്സ് എന്ന് പറയുന്ന അതിന് നേരെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേയിലും അത് തന്നെ വരും. നമുക്ക് അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഈ ഒരു സെല്ലിൻ്റെ അകത്ത് വരണമെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൽക്കാലം ഓൾജിബ്ര എന്ന് തന്നെ പറഞ്ഞ് കൊടുക്കാം. ഇത് വലിയൊരു ലിങ്കല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു സെല്ലിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുമാത്രമല്ല ആ ഒരു സെല്ല് ഒത്തിരി വലുതായി പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലതൊന്ന് ചെറുതാക്കി കൊടുക്കാം, ചെറിയൊരു പെയിൻ പോലെ കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് നേരെ ഉണ്ടായിരുന്ന സെല്ലായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ഹൈപ്പർ ലിങ്ക് ആയിട്ടുള്ള നമ്മൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾജിബ്ര എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗസ് കൊടുന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓൾജിബ്ര 2 എന്ന് പറയുന്ന ഈ ലിങ്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ നേരെ ഗൂഗിളിലോട്ട് പോകുന്നത് ആ ഒരു ഓൾജിബ്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ ഗൂഗിളിലോട്ട് പോകുന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീറ്റ് 1-ലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 3 ഷീറ്റുകളിലോ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു എക്സൽ ബുക്കിൽ തന്നെ ബുക്ക് 1-ൽ തന്നെ കുറേ ഷീറ്റുകൾ ഉണ്ടായിരിക്കും, ഒത്തിരി ഷീറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഷീറ്റിൽ നിന്ന് ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്ന ഒരു 24ാമത്തെ ഷീറ്റിലോട്ടൊക്കെ നമുക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊണ്ടുവരേണ്ടത്. അത്രയും ടൈമൊക്കെ വേസ്റ്റ് ആയി പോവുള്ളൂ. അതിനേക്കാളും ഏറ്റവും നല്ലത് ഷീറ്റ് 1-ൽ നിന്നുകൊണ്ട് തന്നെ ഒരു ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഷീറ്റ് 24-ലോട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷീറ്റിലോട്ട് പോകുന്ന രീതിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അധികം ഷീറ്റില്ല, കുറച്ച് ഷീറ്റ് അധികം കൊടുക്കാം. ഞാനൊരു ഷീറ്റ് 1-ലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷീറ്റ് 1-നെയും ഷീറ്റ് 14-നെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ, ലിങ്ക് ചെയ്യിപ്പിക്കാൻ പോവാണ്. അതിനായിട്ട് ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഷീറ്റ് 1-ൽ നിന്നുകൊണ്ട് നേരെ ഇവിടെ ഷീറ്റ് 14-ലോട്ട് ജമ്പ് ചെയ്ത് അവിടെ ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യുക, ആ സെല്ല് സെലക്ട് ചെയ്തും നമുക്ക് ആവശ്യമുള്ള കൊടുക്കേണ്ട സെല്ല് സെലക്ട് ചെയ്യുക.
ഇൻസേർട്ടിലെ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഹൈപ്പർ ലിങ്കിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഷീറ്റുകൾ തമ്മിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളിവിടെ നോക്കിയ സെൽ ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷീറ്റാണോ ആവശ്യമുള്ള ആ ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഷീറ്റ്, ഈ ഒരു ഭാഗത്ത് ഷീറ്റ് 14 പറഞ്ഞ ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഷീറ്റ് 14 പോകുന്നത്. കണ്ടു, 1 നിന്നുകൊണ്ട് തന്നെ നേരെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ പോയിട്ട് ഷീറ്റ് 14 വന്ന് നമ്മൾ. അതുപോലെ നമുക്ക് എത്ര ഷീറ്റുകൾ വേണമെങ്കിലും ഇതുപോലെ ലിങ്ക് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്തത് ഗൂഗിളിൽ നിന്ന് യൂസ് ചെയ്തിട്ട് നേരെ ആ ഇതിലോട്ട്, ആ ലിങ്കിലോട്ട് പോകുന്ന രീതിക്ക്, പിന്നെ ഷീറ്റിനെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു ഡോക്യുമെൻറ്റ്, ഓക്കെ, നമ്മുടെ ലാപ്പിൻ്റെ അകത്തുള്ള ഒരു ഡോക്യുമെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സെല്ലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് വെച്ച സെല്ലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഡോക്യുമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു PDF-ലോട്ടൊക്കെ പോകുന്ന രീതിക്ക് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഈ സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ടിലെ ഹൈപ്പർ ലിങ്കിൻ്റെ അകത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് അതെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ലുക്ക് ഇൻ കാണാം. അവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്, നമുക്ക് എവിടെയാണ് നമ്മുടെ കൊടുക്കേണ്ടത്, ഡൗൺലോഡ്സിലാണോ, പിക്ചറാണോ, വീഡിയോ ആണോ, ഡോക്യുമെൻ്റ് ആണോ, എന്തിൻ്റെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതിൻ്റെയാണോ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കാം. ഞാൻ തൽക്കാലം ഒരു ഡെമോ കാണിക്കുവാണ്. ഒരു പിക്ചറോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സിൽ നിന്ന് പിക്ചറോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഡൗൺലോഡ്സിൽ നിന്നാണ് ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഡോക്യുമെൻറ്റ്സിൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഏതിൻ്റെയാണ് ലിങ്ക് വേണ്ടത് അതവിടെ പോയിരിക്കും. അപ്പോൾ നമുക്ക് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ഡിസ്പ്ലേയിൽ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഔട്ട്പുറ അല്ലെങ്കിൽ അവിടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലിങ്ക് ആയിട്ട് വരത്തില്ല. ഇതിപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ലിങ്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാണുമ്പോൾ ഒരു ഇതുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അവിടെ ആ ഒരു ഇത് കണ്ടു ടെക്സ്റ്റ് ടു ഡിസ്പ്ലേയുടെ അവിടെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കണ്ടു. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എക്സലിൽ ഇൻസേർട്ട് എന്ന ടാബിൽ ഹൈപ്പർ ലിങ്ക് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക്ഷീറ്റിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ലൊക്കേഷനിലോട്ട് പോകാനാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു വർക്ക്ഷീറ്റ് 1 നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഓൾജിബ്ര എന്ന് പറയുന്ന ആ ഒരു ഗൂഗിളിൻ്റെ ആ ഒരു ഇതിലോട്ട് സൈറ്റിലോട്ട് നമ്മൾ പോയി. അതുപോലെ തന്നെ ഷീറ്റുകൾ ഫസ്റ്റ് ഷീറ്റിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു 14ാമത്തെ ഷീറ്റിലോട്ട് നമ്മൾ പോയി. അതുപോലെ ഒരു ഡോക്യുമെൻറ്റ് ഈ ഒരു ഷീറ്റിൽ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ലാപ്പിലുള്ള ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നതിൽ നമുക്ക് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻസേർട്ടിൽ തന്നെയുള്ള ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഒരു വർക്ക്ഷീറ്റിൻ്റെ ടോപ്പിൽ അപ്പിയർ ആകുന്ന ഇൻഫർമേഷനാണ് ഹെഡർ എന്ന് പറയുന്നത്. അതുപോലെ വർക്ക്ഷീറ്റിൻ്റെ ബോട്ടമിൽ അപ്പിയർ ആകുന്ന ഇതാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പേജ് നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ ഹെഡറിൽ അല്ലെങ്കിൽ താഴെയായിട്ടും പേജ് നമ്പർ കൊടുക്കാറുണ്ട്, നമുക്ക് കൊടുക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് എല്ലാ ഷീറ്റിലും അതിന് പേജ് നമ്പർ ഓർഡറിലായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഷീറ്റിൽ ഒരു പേജ് നമ്പർ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പേജ് നമ്പർ, ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പേജിൻ്റെ ആ ഒരു ടോപ്പിൽ അല്ലെങ്കിൽ ആ ഒരു
താഴെയായിട്ട് പേജിൻ്റെ ബോട്ടമിലായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആണ് നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇൻസേർട്ടിലെ ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് 3 സെല്ല് പോലെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ലിൻ്റെ ഭാഗത്താണ് ഡേറ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പേജ് നമ്പർ കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെയാണോ ഇങ്ങനെ സെൻട്രലായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഭാഗം ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നുണ്ടാവുക ഡിസൈനിലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഡിസൈനിൽ പേജ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ നെക്സ്റ്റ് കോളം അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു ടോപ്പിൽ അങ്ങനെ പിക്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്ത് പിക്ചർ കൊടുക്കണം. അതുപോലെ തന്നെ ഷീറ്റ് നെയിം, ഫയൽ നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ടൈം, ഡേറ്റ്, അതൊക്കെയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. കറൻറ്റ് ഡേറ്റ്, കറൻറ്റ് ടൈം കൊടുക്കാം, പിക്ചർ കൊടുക്കാം, ഷീറ്റ് നെയിം മാത്രമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിക്ചർ കൊടുക്കാൻ എങ്ങനെയായിരിക്കും, ഈ ഒരു ഭാഗത്ത് പിക്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിക്ചറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിക്ചർ എവിടെയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് അതെടുത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് പിക്ചർ വരും. ഞാനിപ്പോൾ പിക്ചർ കൊടുക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ പിക്ചറായിട്ട് വരും. പിന്നെ അതിൻ്റെ സൈസ് കൂട്ടാം. ഇതിനകത്ത് പിക്ചറിൻ്റെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഫോർമാറ്റ് പിക്ചർ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റ് പിക്ചർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പിക്ചറിൽ വലിയ പിക്ചറാണ് വരിക. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ചെറിയ ഭാഗം വന്നിട്ടുള്ളൂ ആ പിക്ചറിൻ്റെ. ഇതൊരു സ്ക്രീൻഷോട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ സൈസ് കുറയ്ക്കുക എങ്ങനെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ കണ്ടോ ആ സെല്ലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് പിക്ചർ വർക്കിംഗ് ആവും. അപ്പോൾ അതിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആ പിക്ചറിൻ്റെ സൈസ് കുറയ്ക്കാനും വേണമെങ്കിൽ കൂട്ടാനും എല്ലാത്തിനും ഇതിൽ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫോർമാറ്റ് പിക്ചറിൽ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് എത്രയാണോ കൂട്ടേണ്ടത് അല്ലെങ്കിൽ എത്രയാണോ കുറയ്ക്കേണ്ടതൊക്കെ ഇത് കൊടുത്താൽ മതി. ഈ ബോക്സിൻ്റെ അകത്തൊക്കെ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ പേജ് നമ്പർ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഷീറ്റിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പേജ് നമ്പറായിട്ട് കാണാൻ പറ്റില്ല. കാരണം പിക്ചർ വരും, അത് വലിയ ഒരു പിക്ചറിൻ്റെ സൈസ് വലുതായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സൈസ് കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പിക്ചറായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോഴാണ് അത് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു പേജ് നമ്പറും പിക്ചറും കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫയലിലെ പ്രിൻ്റ് റിവ്യൂ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ പിക്ചർ വലുതായി കിടക്കുന്ന കാരണം കണ്ടോ ആ നമ്പർ കാണുന്നില്ല, അത് ആ പിക്ചറിൻ്റെ സൈസ് കുറയ്ക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പിക്ചറിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പേജ് നമ്പർ കാണാനായിട്ട് പറ്റും. ഞാൻ ആ പിക്ചറിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട്. ആ പിക്ചർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഫോർമാറ്റ് പിക്ചറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇതിലിങ്ങനെ ഞാൻ ഒന്നുകൂടി കുറയ്ക്കാൻ പോകും. ആ ഒരു പിക്ചർ ആ സെല്ലിൻ്റെ അകത്തായിട്ട് വരും. ഇവിടെ ഒന്ന് കുറച്ചാൽ മതിയാവും. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ അതിൻ്റെ അകത്തായിട്ട് പിക്ചർ വരും. കണ്ടോ ചെറുതായിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ പോയിട്ട് റിവ്യൂ നോക്കാം. റിവ്യൂ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ അതിൻ്റെ പേജ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു പിക്ചറും അവിടെ വന്നിട്ടുണ്ട്.
സൈസ് നമ്മൾ കുറച്ച് കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്. നേരത്തെ നല്ല വലിയ സൈസായിരുന്നു പിക്ചറിൽ, അതാണ് ആ പേജ് കംപ്ലീറ്റ് ആയിട്ട് കിടന്നത്. പിക്ചറിൻ്റെ സൈസ് കുറച്ച് കാരണം അത് അവിടെ ആ ഒരു ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ആ ഒരു പ്രിൻ്റ് റിവ്യൂ നോക്കിയാലാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേർഡ് ആർട്ടാണ് കേട്ടോ. ഓക്കെ, ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഗ്രാഫിക്കായി മാറ്റുന്നതിനാണ് ബേർഡ് ആർട്ട് എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റിന് സ്പെഷ്യൽ ഇഫക്റ്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബേർഡ് ആർട്ടാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്സുള്ളതുണ്ടാവും. നമുക്ക് ഏതാണ് ആവശ്യമുള്ളതാണ് സെലക്ട് ചെയ്യാം. കണ്ടു, അതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് തന്നെ കളർ കൊടുക്കാനും ഔട്ട്ലൈൻ കൊടുക്കാനും ഷേപ്പ് കൊടുക്കാനും അതിനകത്ത് ഷേപ്സ് കൊടുക്കാനും എല്ലാത്തിനും സാധിക്കും കേട്ടോ. ഉണ്ടോ, ഇവിടെയൊക്കെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ സ്റ്റൈൽസ്, വേർഡ് ആർട്ടിൻ്റെ സ്റ്റൈൽസ് മാറ്റാം. വേർഡ് ആർട്ടിൻ്റെ സ്റ്റൈൽസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം മാറ്റി ഇതൊന്ന് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. ടെക്സ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്ന പോലെ തന്നെ ഇതുപോലെയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇൻസേർട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോഴുള്ള കുറച്ച് പേജ് നമ്പർ എങ്ങനെ വരിക എന്നുള്ളതൊക്കെ ഹെഡ് പ്രൂഫ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇൻസേർട്ടിൽ നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഡയറക്റ്റുള്ള ഒരു പേജുണ്ട്, ഷീറ്റ് 2-ലാണ് ഇത് എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പ്രിൻ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയലിൽ പോയി പ്രിൻ്റ്, അതിൽ നമ്മൾ ഇപ്പോൾ പ്രിൻ്റ് കൊടുക്കുന്നില്ല, പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. പ്രിൻ്റ് പ്രിവ്യൂ നോക്കുമ്പോൾ കണ്ടോ ആ മുഴുവൻ ഡയറക്ടറിയും വന്നിട്ടുണ്ട് പ്രിൻ്റ് എടുക്കും. ഇവിടെ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് ഈ ഫസ്റ്റ് 2 കോളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ MS ആൻഡ് CS കോളം മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം അത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം പേജ് ലേഔട്ടിൽ പ്രിൻ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് പ്രിൻ്റ് ഏരിയ അത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ പോയിട്ട് ഫയലിൽ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രിൻ്റ് പ്രിവ്യൂ നോക്കുക. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമാണ് പ്രിൻറ്റിൻ്റെ അകത്ത് വരത്തുള്ളൂ. ഓക്കെ, മറ്റേതാകുമ്പോൾ ആ കംപ്ലീറ്റ് ഭാഗം വരുമായിരുന്നു, ആ പേജിൻ്റെ അകത്തുള്ള മൊത്തം കാര്യങ്ങൾ വരും. അപ്പോൾ ചില സമയത്ത് എനിക്ക് ഇത്രയും കുറച്ച് പോർഷൻസ് മാത്രമേ ആവശ്യം ഉണ്ടാകത്തുള്ളൂ, കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് ആവശ്യം വരുന്നുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അത് മാത്രമായിട്ട് പ്രിൻ്റ് എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ലേഔട്ടിലെ പ്രിൻ്റ് ഏരിയയിൽ സെറ്റ് പ്രിൻ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ചെയ്ത് പ്രിൻ്റൊക്കെ എടുത്തു ശേഷം നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയുടെ പ്രിൻ്റ് പിന്നീട് ആവശ്യം വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് കളയണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ MS-ൻ്റെ CS-ൻ്റെ മാത്രമുള്ളൂ, തിരിച്ച് നമുക്ക് MA-ൻ്റെ BA-യുടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പേജ് ലേഔട്ടിൽ തന്നെ പ്രിൻ്റ് ഏരിയയിൽ ക്ലിയർ പ്രിൻ്റ് ഏരിയ കൊടുക്കാം. ഇനി നോക്കിയിട്ട് ഇനി നേരെ പോയിട്ട് ഫയലിൽ പ്രിൻ്റിൽ റിവ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കംപ്ലീറ്റ് ഡാറ്റയും വന്നിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട്, നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ഭാഗം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം.
അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ പേജ് ഫുള്ളായിട്ടാണ് ഇത് കിട്ടുന്നത്. എന്നാൽ ഒരു സെലക്റ്റഡ് ഏരിയ മാത്രം പ്രിൻ്റ് എടുക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഒരു പേജിലെ ഹെഡിങ് കൊടുത്ത ഒരു ഡാറ്റയുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് MSCS MA PA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ കൊടുത്ത് കുറേ ഉള്ള കാരണം അടുത്ത പേജിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പേജ് നമ്പർ സെക്കൻഡ് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ, ഇത് പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് സെക്കൻഡ് പേജിൽ ഹെഡിങ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള കാരണമാണ് അതിൽ കണ്ടത്. നമ്മൾ സാധാരണ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെക്കൻഡ് പേജിലായിട്ട് ഈ ഹെഡിങ് കാണിക്കും. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഹെഡിങ് വരികയും സെക്കൻഡ് പേജിൽ ഹെഡിങ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് സെക്കൻഡ് പേജിൽ ഹെഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഹെഡിങ് കൊടുത്തിട്ടില്ല, സെക്കൻഡ് പേജിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പ്രിൻ്റ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ ആ ഒരു ഇതിന് ഹെഡിങ് എടുക്കുന്നുണ്ട്, MSCS MA PA എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് പേജിൽ കണ്ടു, സെക്കൻഡ് പേജിൽ അതിൻ്റെ അവിടെ ഹെഡിങ് ഇല്ല. പക്ഷേ ഇവിടെയും നമുക്ക് എന്ത് വേണം? MSCS MA PA എന്ന് വേണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പേജ് ലേഔട്ടിൽ പ്രിൻ്റ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ഇപ്പോൾ ഇവിടെ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് അല്ലേ, നമുക്ക് അടുത്ത പേജിലും ഈ MSCS MA PA അത് വീണ്ടും വരണം, സെക്കൻഡ് പേജിലും വരണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു റോ സെലക്ട് ചെയ്ത് ഞാൻ. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കോളം ത്തിൻ്റെ ഹെഡിങ് ആണ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. കണ്ടോ, കോളം ടു റിപ്പീറ്റ് അറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കോളം ഹെഡിങ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റോസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്ന് പറഞ്ഞതിൽ നേരെ ക്ലിക്ക് ചെയ്ത് ഏത് ഹെഡിങ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിൻ്റ് എടുക്കാൻ പോകുന്നതിന് മുന്നേ പ്രിൻറ്റിൻ്റെ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 2 പേജിലുമായിട്ടും ഹെഡിങ് കൊടുക്കുന്നുണ്ടായിരിക്കും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 2 പേജിലായിട്ട് ഹെഡിങ് വന്നിട്ടുണ്ടോയെന്ന്. പിന്നെ ഫയലിൽ പ്രിൻറ്റിൽ പ്രിൻ്റ് റിവ്യൂ നോക്കി നമുക്ക് ഫസ്റ്റ് പേജിൽ ഹെഡിങ് ഉണ്ട്, ഇനി സെക്കൻഡ് പേജിലുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട് സെക്കൻഡ് പേജിൽ MSCS MA PA എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പേജിലും ആ ഒരു റോ ഹെഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ പേജ് ലേഔട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. പേജ് ലേഔട്ടിൽ പ്രിൻ്റ് ടൈറ്റിൽസ് കൊടുത്താൽ മതി. ഓക്കെ, അതിൽ റോസിനാണ് വേണ്ടതെങ്കിൽ റോസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റോ ഹെഡിങ് ഉള്ള വരുന്ന ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. കോളമാണെന്നുണ്ടെങ്കിൽ കോളത്തിൻ്റെ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പേജ് ലേഔട്ടിൽ പ്രിൻ്റ് ഏരിയയും പ്രിൻ്റ് ടൈറ്റിൽസുമാണ് ഇപ്പോൾ നോക്കിയത്. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നതെന്ന് നോക്കി, അതുപോലെ തന്നെ ഹെഡർ ആൻഡ് എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കി, അതുപോലെ വേർഡ് ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി, പിന്നെ ഈ ഒരു പേജ് ലേഔട്ടിൽ പ്രിൻ്റ് ഏരിയ ആൻഡ് പ്രിൻ്റ് ഐറ്റംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.